പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ബിഗ് ബോസ് സീസൺ 7 മലയാളികൾക്ക് മറക്കാൻ കഴിയുന്നതല്ല. വലിയ ആകാംക്ഷയുടെ നിമിഷങ്ങളിലൂടെയാണ് ഗ്രാൻഡ് ഫിനാലെ കടന്നുപോയത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അനുമോൾ ആയിരിക്കുമോ അതോ സാധാരണക്കാരുടെ പ്രതിനിധി എന്ന സോഷ്യൽ മീഡിയ ആഘോഷിച്ച അനീഷ് ആയിരിക്കുമോ വിജയ് എന്നതായിരുന്നു ആ ആകാംക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ കാരണം. അങ്ങനെ ആ കപ്പ് അനു അടിച്ചെടുത്തു. പക്ഷേ അതിനോടുകൂടി വലിയ രീതിയിലുള്ള വിമർശനം അനുവിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചിട്ട് മാസങ്ങളേറെയായി. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട റീ എൻട്രിയും വോട്ടിംഗും PR വർക്കുമെല്ലാം ഇപ്പോഴും പക്ഷേ ചർച്ചകളിലുണ്ട്. അനുമോളായിരുന്നു വിജയ് കിരീടം അന്ന് സ്വന്തമാക്കിയത്. മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായവരും ഇത്തവണ മത്സരിക്കാൻ എത്തിയിരുന്നു. ഷാനവാസും അക്ബർ ഖാനും അവസാനം വരെ മത്സരിക്കാനുണ്ടായിരുന്നു. ശൈത്യ സന്തോഷും ഈ സീസണിൽ മത്സരിച്ചിരുന്നു. ഫിനാലെ കഴിഞ്ഞതോടെ കട്ടപ്പ എന്ന പേരും ശൈത്യയ്ക്ക് സ്വന്തമാണ്. അനു വിജയിച്ചപ്പോഴുള്ള മുഖഭാവം കണക്കിലെടുത്തായിരുന്നു ഈ പേര്. ചർച്ചകളിലെല്ലാം ശൈത്യയെ വിശേഷിപ്പിക്കുന്നത് കട്ടപ്പ എന്നാണ്. തുടക്കത്തിൽ സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും റീ എൻട്രിയോടെ ഇവരുടെ ബന്ധം വഷളമാവുകയായിരുന്നു. വിജയിയായത് നടിയും മോഡലും എല്ലാമായ അനുമോളാണ്. റണ്ണറപ്പായത് അനീഷാണ്. അനുമോളാണ് വിജയിക്കുക എന്നത് നേരത്തെ പ്രവചിക്കപ്പെട്ട ഒന്നായിരുന്നു. ഈ സീസണിലെ PR കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ അനുമോളായിരിക്കും വിജയിക്കുക എന്നത് BB പ്രേക്ഷകർക്ക് ഏകദേശം ഉറപ്പായിരുന്നു. മോഹൻലാൽ വിജയി പ്രഖ്യാപിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനുമോൾക്കും PR-നും എതിരെയുള്ള കമന്റുകളായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട മത്സരാർത്ഥി ശൈത്യ സന്തോഷാണ്. കട്ടപ്പ എന്നാണ് പലരും ശൈത്യയെ വിളിക്കുന്നത്. ആക്രമണങ്ങളോട് ശൈത്യ പ്രതികരിച്ചില്ല. മാസങ്ങൾക്ക് ശേഷം ഇതാ വിവാദങ്ങളോട് പ്രതികരിക്കുകയാണ് ശൈത്യ. ശാരികയുമായുള്ള അഭിമുഖത്തിലാണ് ശൈത്യ മനസ്സ് തുറന്നത്. അമൃത TVയിലെ റിയാലിറ്റി ഷോയിലുണ്ടായ പ്രശ്നം കാരണം ഇനിയൊരു പ്ലാറ്റ്ഫോം കിട്ടില്ലെന്നത് എല്ലാവരും പറഞ്ഞത്. പക്ഷേ പിന്നീട് അമൃത TVയിലെ റിയാലിറ്റി ഷോയിലുണ്ടായ പ്രശ്നം കാരണം ഇനിയൊരു പ്ലാറ്റ്ഫോം കിട്ടില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ പിന്നീട് ബിഗ് ബോസ് എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലാണ് ഞാൻ പോയത്. ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും നമ്മൾ 25 പേരിൽ വരണമെങ്കിൽ നമുക്ക് അത്രയും കഴിവ് വേണം. അതിലെനിക്ക് എത്താൻ പറ്റി. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ. ഇന്ന് മലയാളികൾക്ക് എൻ്റെ പേരറിയാം. ബിഗ് ബോസ് ആണ് എനിക്കത് സമ്മാനിച്ചത്. കുറച്ച് ബോൾഡായി. സൈബർ അറ്റാക്ക് വന്നപ്പോൾ ഞാൻ മൗനം പാലിച്ചു. ഉള്ളിൽ ശക്തിയായി. ബിഗ് ബോസിലെ മത്സരാർത്ഥികളെല്ലാം എന്നെക്കുറിച്ച് നല്ലതാണ് പുറത്തു വന്ന ശേഷം പറഞ്ഞത്. നല്ല രീതിയിലാണ് ഞാൻ എല്ലാവരോടും നിന്നത്. ഗ്രാൻഡ് ഫിനാലെയിൽ എനിക്ക് അത്രയും നെഗറ്റീവ് വരാൻ കാരണം വിന്നറിനെ പ്രഖ്യാപിച്ചപ്പോൾ എന്റെ മുഖത്തുണ്ടായെന്ന് പറയുന്ന ഭാവമാണ്. യഥാർത്ഥത്തിൽ അനുമോൾക്ക് കപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലോ എനിക്ക് അസൂയ തോന്നിയിട്ടോ അല്ല. ഫിനാലെയിൽ സ്കിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് അറിയുന്നവർ, എന്നെയും കുടുംബത്തെയും അത്രയും നന്നായി അറിയുന്നവർ ചേർന്നാണ് സ്കിറ്റ് ചെയ്തത്. എന്നെ മോശമായി ആ സ്കിറ്റിൽ കാണിച്ചു. ബാഹുബലിയിലെ സീനൊക്കെ വെച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ആ ഇരിപ്പാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയപ്പോൾ അവിടെ കട്ട് ചെയ്ത് വെച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പ്രതികരിക്കാൻ പോയില്ല. പറഞ്ഞിട്ടും കാര്യമില്ലായിരുന്നെന്നും ശൈത്യ പറയുന്നു. അതേസമയം തന്നെ ശൈത്യയുടെ ഈ വീഡിയോ വൈറലായതോടുകൂടി ശൈത്യയുടെ പഴയ വീഡിയോകളെല്ലാം തന്നെ ആരാധകർ കുത്തിപ്പൊക്കി രംഗത്ത് വെക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 7 അനുമോൾ വിജയ് കിരീടം സ്വന്തമാക്കിയതിൽ സഹമത്സരാർത്ഥിയായ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് നേരത്തെ പ്രതികരിച്ചിരുന്നു. അനുമോൾക്ക് കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനുവിനും ടീമിനും അഭിനന്ദനം എന്നാണ് പരിഹാസരൂപേണ ശൈത്യയുടെ വീഡിയോ അന്ന് പുറത്തു വന്നത്. താൻ ബിഗ് ബോസിൽ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി വിനുവിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടെന്നും ശൈത്യ പറയുന്നു. ശൈത്യ വിമർശിച്ച് രംഗത്ത് വന്ന ബിഗ് ബോസ് സീസൺ 5 വിജയ് അഖിൽ മാരാരെയും വീഡിയോയിൽ പരിഹസിക്കുന്നുണ്ടായിരുന്നു. ശൈത്യ അന്ന് പറഞ്ഞ വീഡിയോയിലെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനുസാറിനും ടീമിനും എന്റെ അഭിനന്ദനങ്ങൾ. ബിഗ് ബോസ് വീടിനുള്ളിൽ ഞാൻ കയറി 3ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാർ നല്ല പണിയാണ് തന്നത്. പക്ഷെ റീ എൻട്രിക്ക് പോയപ്പോൾ 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷത്തിന്റെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന എന്നെ ഇത്രയും റീച്ചും ലെവലും വൈറലും ഒക്കെ ആക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു. സീസൺ 5 വിനുസാർ PR പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാർക്കും സ്പെഷ്യൽ നന്ദി. മാരാർ പറയുന്നത് കേട്ടു. റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്. അതിനു പകരം ഞാൻ കപ്പ് വാങ്ങി കൊടുത്തല്ലോ. ഇത് പറയുന്ന വിനുസാറും വിന്നറിന്റെ ഫാൻസുമാണ്. അതറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. മാരാർ കൊട്ടിയാൽ മാക്രി കരയുമായിരിക്കും. അഡ്വക്കേറ്റ് ശൈത്യ കരയില്ല. മാരാർ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കുമെന്ന് മാരാരും ഫാൻസും എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഗെയിമർ തൊപ്പിയുടെ മുന്നിൽ മാരാരുടെ തട്ട് എത്രത്തോളം താണു എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്ത് ഇടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാവും. ബാക്കിയുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി എന്റെ നിലപാട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ശൈത്യയുടെ വാക്കുകൾ. ശൈത്യയുടെ ഈ വീഡിയോ എന്തായാലും ചർച്ചയായി മാറിയിട്ടുണ്ട്.
അതേസമയം തന്നെ സീസൺ 7 കപ്പ് അനുമോൾ സ്വന്തമാക്കിയതിന് പിന്നാലെ ശക്തമായ സൈബർ ആക്രമണമാണ് മുൻ മത്സരാർത്ഥിയായ ശൈത്യ സന്തോഷ് അന്ന് നേരിട്ടിരുന്നത്. ഷോയുടെ തുടക്കത്തിൽ അനുമോളുടെ സുഹൃത്തായിരുന്ന ശൈത്യ പിന്നീട് പിന്നിൽ നിന്ന് കുത്തി എന്ന ആരോപണവും കട്ടപ്പ എന്ന വിളിപ്പേരും കാരണം ആരാധകരുടെ വെറുപ്പ് പാത്രമായി മാറി. ഫിനാലെ വീക്കിൽ ശൈത്യ റീ എൻട്രി നടത്തിയപ്പോൾ അനുമോൾക്കെതിരെ സ്വീകരിച്ച നിലപാടുകളും സൈബർ ആക്രമണത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു. വിജയിയായി അനുമോളെ പ്രഖ്യാപിച്ചപ്പോൾ മുഖം കനപ്പിച്ചും കൈയടിക്കാതെയും ശൈത്യ പ്രതികരിച്ചത് ട്രോളുകൾക്ക് വഴിയൊരുക്കിയതോടെയാണ് നടി വിമർശകരുടെ കൊമ്പ് കോർത്തുകൊണ്ട് രംഗത്തെത്തിയത്. ഒരു വീഡിയോയിലൂടെയാണ് ശൈത്യയുടെ മറുപടി. വീഡിയോയിൽ സീസൺ 5 വിജയിയായ അഖിൽമാരാർക്കെതിരെയും രൂക്ഷമായ പരിഹാസമാണ് ശൈത്യ നടത്തിയത്. തുടക്കത്തിൽ സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും റീ എൻട്രിയോടെ ഇവരുടെ ബന്ധം വഷളാവുകയായിരുന്നു. തനിക്ക് കിട്ടാത്തത് വേറെ ഒരാൾക്കും വേണ്ടെന്ന മനോഭാവമാണ് ശൈത്യയുടേതെന്നായിരുന്നു വിമർശനങ്ങൾ. മത്സരബുദ്ധിയെല്ലാം മറന്ന് എല്ലാവരും അനുവിനെ അഭിനന്ദിച്ചപ്പോൾ പോലും ആ മുഖത്ത് സന്തോഷമില്ലായിരുന്നു. ഫിനാലെ കഴിഞ്ഞതോടെ വാശിയും വഴക്കുകളും ഒക്കെ കഴിഞ്ഞു. ആരോടും ദേഷ്യമില്ലെന്നായിരുന്നു മത്സരാർത്ഥികളെല്ലാം പറഞ്ഞത്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ വിട്ടു. ഒന്നും ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ടില്ലെന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. ശൈത്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും അനു കൃത്യമായി മറുപടി നൽകിയിരുന്നില്ല. ആരെങ്കിലും പിറകിൽ നിന്ന് കുത്തിയതായി തോന്നിയോ എന്ന് ചോദിച്ചപ്പോഴും അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അനു. തന്നെക്കുറിച്ചുള്ള വിമർശനങ്ങളിലൊന്നും ശൈത്യയും പ്രതികരിച്ചിരുന്നില്ല. മുൻപ് പങ്കെടുത്ത റിയാലിറ്റി ഷോയുടെ വീഡിയോയും കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയായിരുന്നു. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളായിരുന്നു വൈറലായത്. വിവാഹത്തോട് താല്പര്യമില്ലെന്നും ഇനി അഥവാ അങ്ങനെ നടന്നാലും അത് അധികകാലം മുന്നോട്ട് പോയില്ലെന്നും ശൈത്യ അന്ന് പറഞ്ഞിരുന്നു. നല്ലൊരു കുടുംബത്തിലേക്ക് മകളായി ചെന്ന് കയറി അവിടെയുള്ളവരെ വെറുപ്പിക്കാതെ കഴിയണമെന്നായിരുന്നു അമ്മ മകളോട് പറഞ്ഞത്. ഒരു പരിചയവുമില്ലാത്ത വീട്ടിൽ അങ്ങനെ കഴിയുന്നതൊന്നും ചിന്തിക്കാനാവില്ലെന്നായിരുന്നു മകളുടെ മറുപടി. മകളുടെ സ്വഭാവം അമ്മ അന്നേ മനസ്സിലാക്കിയെന്നായിരുന്നു കമന്റുകൾ.